ആരും വില കുറച്ച് കാണരുത്. ഓവർ കോൺഫിഡൻസ് ഒട്ടും നല്ലതല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒന്നാമത് എൻ്റെ കാര്യങ്ങൾ തന്നെ. യൂട്യൂബിൽ 10 സെക്കൻഡിൽ താഴെയുള്ള വീഡിയോകൾ എവിടെ നിന്ന് വേണേലും പോസ്റ്റ് ചെയ്താൽ അത് കോപ്പിറൈറ്റ് ആകത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ 9 സെക്കൻഡൊക്കെ ഉള്ള ക്ലിപ്പിംഗ്സ് വീഡിയോയിലിട്ടു. എനിക്ക് കോപ്പിറൈറ്റ് അടിച്ചു, BCCI കോപ്പിറൈറ്റ് അടിച്ചു. അതിനുശേഷം ഷോർട്ട് വീഡിയോസിൽ 1500-2000 ഒക്കെ വ്യൂ കിട്ടുന്ന എനിക്ക് 1ഉം 4ഉം ഒക്കെയാണ് വ്യൂ കിട്ടുന്നത്. എനിക്ക് എന്തായാലും ഈ ചാനലിൽ നിന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അത് ഷോർട്ട് വീഡിയോസ് ആണ് ഇടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ ക്യാമ്പൽ സെഞ്ചുറി അടിച്ചു, അതുപോലെ സായ് ഹോപ്പ് സെഞ്ചുറി അടിച്ചു, അതുപോലെ റോസ്റ്റൺ ചേസ് നന്നായിട്ട് കളിക്കുന്നു. ഇപ്പൊ ഈ സമയം, അതായത് 1 മണിക്ക് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് 19 റൺസ് ലീഡുണ്ട്. അവരൊരു 150-200 റൺസ് ലീഡ് അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപക്ഷെ സമനിലയാക്കാൻ വേണ്ടി ഈ ഒരു കളി കളിക്കേണ്ടി വരും. അത് ഓവർ കോൺഫിഡൻസ് ആണ്. ഓവർ കോൺഫിഡൻസിനേക്കാൾ ഉപരി ഒരു രാജ്യത്തെയും ഒരു തരത്തിലും ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ചെറുതായി കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് ഓവർ കോൺഫിഡൻസ് വരുത്തി വെച്ചതിനെയാണ് എൻ്റെ ഈ ഒരു സ്ട്രൈക്ക്. 90 ദിവസത്തേക്ക് ഈ സ്ട്രൈക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പഴയ പോലെ വ്യൂസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനിടയിലും ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു ലൈക്കെങ്കിലും തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.